അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടറ്റ് റൂളാണ്. എന്താണ് ഒക്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ട പറഞ്ഞാൽ 8 എന്നാണ് അർത്ഥം. 8 ഒക്ട പറഞ്ഞാൽ 8. അപ്പൊ 8മായി ബന്ധപ്പെട്ട ഒരു റൂളാണെന്ത്? ഒക്ടറ്റ് റൂൾ. അപ്പൊ ഇവിടെ നമ്മൾ 8മായി ബന്ധപ്പെട്ടതെന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആറ്റങ്ങളാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക. എല്ലാ കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കുന്ന സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണ്? ആറ്റം. അപ്പൊ ആറ്റങ്ങളാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക. എന്തിനാണ് ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? ആറ്റങ്ങൾക്കുള്ളിൽ എന്തുണ്ട്? ഷെല്ലുകളുണ്ട് അല്ലെ? ചിലപ്പോൾ ഒരു ഷെല്ലായിരിക്കും, 2 ഷെല്ലായിരിക്കും, ചിലപ്പോൾ 3 ഷെല്ലായിരിക്കും. അപ്പൊ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവുക, അല്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആവുക. ഈ 2 ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഏത് കെമിക്കൽ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകുന്നത്, ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ ഏറ്റവും പുറത്തെ ഷെൽ, അതിനെ നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറയും, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയും. ഈ ഷെല്ലിൽ ഒന്നുകിൽ 8 ഇലക്ട്രോൺ ആവുക, അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരും കേട്ടോ, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ വരും. ഈ രണ്ട് കേസാണ് നടക്കുന്നത്. ഇനി എന്തിനാണ് 8 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവയുടെ എനർജി കുറയും. എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സ്റ്റേബിൾ ആയി മാറും. അപ്പൊ 8 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരിക, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ വരിക. അങ്ങനത്തെ കേസിൽ ആ ആറ്റങ്ങളുടെ എനർജി വളരെ കുറവായിരിക്കും. അപ്പോൾ അത് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ എല്ലാ കെമിക്കൽ റിയാക്ഷനിലും ആറ്റങ്ങൾ പങ്കെടുക്കുന്നത്, എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ 8 ഇലക്ട്രോൺ ആവുക, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒന്നുകിൽ 8 ഇലക്ട്രോൺ ആവുക, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ആവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള നേട്ടം എന്താണ്? ആ ആറ്റത്തിന്റെ മൊത്തത്തിലുള്ള എനർജി കുറയും. എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി മാറും? സ്റ്റേബിൾ ആയി മാറും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒക്ടറ്റ് റൂൾ എന്താന്ന് പറയാം. ഒക്ടറ്റ് റൂൾ കേട്ടോ. അപ്പൊ ഒക്ട എന്ന 8 കേട്ടോ. ഒക്ടറ്റ് 8മായി ബന്ധപ്പെട്ട ഒരു റൂളാണ് ഒക്ടറ്റ് റൂൾ കേട്ടോ. ആറ്റവും കേട്ടോ. ഒക്ടറ്റ് എന്ന 8, ഒക്ട എന്ന 8. അപ്പം 8മായി ബന്ധപ്പെട്ട ഒരു റൂളാണത്. അപ്പൊ എന്താണ് ഈ റൂള് പറയുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക. ലൂയിസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഒക്ടറ്റ് കോൺസെപ്റ്റ്. ഒക്ടറ്റ്, അഷ്ടക നിയമം എന്നാണ് ശരിക്കും ഇതിന് പറയാം. അഷ്ടം എന്ന് പറഞ്ഞാൽ 8. അപ്പൊ ഈ ഒക്ടറ്റ് കോൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂയിസ് എന്ന സയന്റിസ്റ്റാണ്. അമേരിക്കൻ സയന്റിസ്റ്റായ ലൂയിസ് ആണ് കേട്ടോ. അദ്ദേഹം പറയാണ്, ആറ്റംസ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ in order to attain 8 electron in their outermost shell. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ അവ ഒരിക്കലും പങ്കെടുക്കൂല. വെറുതെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂല. നമ്മുടെ ബോഡിയിൽ കുറേ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ റിയാക്ഷൻ നടന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ബോഡി എക്സിസ്റ്റ് ചെയ്യില്ല. അതേപോലെ നമ്മുടെ ചുറ്റുവട്ടത്തും പല റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ പങ്കെടുക്കുന്നത്? വെറുതെ രസത്തിനും വേണ്ടിയിട്ടല്ല, വെറുതെ ടൈം വേസ്റ്റിന് വേണ്ടിയിട്ടല്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഒക്ടറ്റ് റൂളാണ്. അപ്പൊ ഒക്ടറ്റ് റൂൾ പറയുന്നത് എന്താ വെച്ചാൽ, ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അല്ലെങ്കിൽ വാലൻസ് ഷെൽ, അതായത് ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ ആറ്റങ്ങൾ സ്റ്റേബിൾ ആവും, അതായത് എനർജി കുറയും കേട്ടോ. ഇതിനെയാണ് പറയുന്നത് ദിസ് ഈസ് നോൺ ആസ് ഒക്ടറ്റ് റൂൾ കേട്ടോ.
ഇനി ഒക്ടറ്റ് ഈസ് അച്ചീവ്ഡ്, എങ്ങനെയാണ് അത് നേടുന്നത്? ബൈ ലോസിങ് ആൻഡ് ഗെയിനിങ് ഇലക്ട്രോൺ ബൈ ആറ്റംസ്. ആറ്റങ്ങൾ അപ്പൊ കെമിക്കൽ റിയാക്ഷനിൽ എങ്ങനെയാണ് ആറ്റങ്ങൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ നേടുന്നത്? ഒന്നുകിൽ എന്തായിരിക്കും, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയായിരിക്കും. അതായത് ചില ആറ്റങ്ങൾക്ക് 8ൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ട്, അപ്പൊ എന്താ ചെയ്യുക, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തും. ചില ആറ്റങ്ങൾക്ക് 8ൽ കുറവായിരിക്കും ഇലക്ട്രോൺ, ചിലപ്പോൾ 7 ആയിരിക്കും, ചിലപ്പോൾ 6 ആയിരിക്കും. അപ്പൊ 8 ആവണമെങ്കിൽ എന്താ ചെയ്യുക, ഇലക്ട്രോൺ സ്വീകരിക്കണം കേട്ടോ. ഇലക്ട്രോൺ കൂടുതലാവുമ്പോൾ ഇലക്ട്രോൺ ലോസ് ചെയ്യും, ഇലക്ട്രോൺ കുറവാകുമ്പോൾ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും, അതായത് ഗെയിൻ ചെയ്യും, നേടും. അപ്പോൾ ഇലക്ട്രോൺ ലോസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക, അതിനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്നാണ് പറയുക. അത് പിന്നീട് പറയും എന്താണ് അയോണിക് ബോണ്ട്. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണെന്ത്, ആറ്റങ്ങൾ ഇലക്ട്രോൺ ലോസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക. ആ പ്രോസസ്സിന് വിളിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു ബോണ്ടാണ് അയോണിക് ബോണ്ട്. അപ്പൊ അയോണിക് ബോണ്ട്, ആറ്റങ്ങൾക്കിടയിൽ അയോണിക് ബോണ്ട് ഉണ്ടാവും. ഇത് ഉണ്ടാകുന്ന എപ്പോഴാണ്, ഒരാറ്റത്തിന് ഇലക്ട്രോൺ കൂടുതൽ, ഒരാറ്റത്തിന് ഇലക്ട്രോൺ കുറവ്. അപ്പൊ ഈ സമയത്തൊക്കെ എന്താണ്, ഇലക്ട്രോൺ കൂടുതലുള്ളത് കുറവുള്ളതിന് കൊടുക്കും, അങ്ങനെ അവ ഒക്ടറ്റായി മാറുകയാണ് ചെയ്യുക കേട്ടോ. അതേപോലെ ഷെയറിങ് ഇലക്ട്രോൺസ്, അതേപോലെ ചിലപ്പോൾ ഒക്ടറ്റ് അറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒക്ടറ്റ് ലഭിക്കുന്നത്, ആർജിക്കുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുക, ചിലപ്പോൾ സ്വീകരിക്കുക, ഇനി ചിലപ്പോൾ പങ്കിട്ടെടുക്കും, ഷെയർ ചെയ്യും. എപ്പോഴാണ് ഷെയർ ചെയ്യുക, രണ്ട് ആറ്റങ്ങൾക്കും ഇലക്ട്രോൺ കുറവാണെന്ന് ഇരിക്കും, രണ്ട് ആറ്റങ്ങൾക്കും ഇലക്ട്രോൺ കുറവാണ്. അപ്പൊ ആ സമയത്ത് ഇവ ഷെയർ ചെയ്തിട്ട് പങ്കിട്ടെടുത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കി മാറ്റും. അങ്ങനെയും അവയുടെ എനർജി കുറയും, അങ്ങനെയും അത് സ്റ്റേബിൾ ആവും കേട്ടോ. അപ്പൊ അങ്ങനെ ഷെയർ എടുത്തിട്ട് 8 ഇലക്ട്രോൺ ആവുന്ന പ്രോസസ്സാണെന്ന് കോവാലന്റ് ബോണ്ടും കോർഡിനേറ്റ് ബോണ്ടും കേട്ടോ. അപ്പൊ അത് എന്താണ് കോവാലന്റ് ബോണ്ട്, എന്താണ് അയോണിക് ബോണ്ട്, എന്താണ് കോർഡിനേറ്റ് ബോണ്ട്, അത് പിന്നീട് നമ്മൾ പറയും. അപ്പൊ ഇവിടെ ഇത്ര നമുക്ക് പറയാവുള്ളൂ. ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂയിസ് ആണ്, അമേരിക്കൻ സയന്റിസ്റ്റ് ആയ ലൂയിസ് ആണ്. അദ്ദേഹം പറയുന്നു ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 8 ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. എന്താ ഉണ്ടാവുക, അവിടെ എനർജി കുറയും. എനർജി കുറയും എന്ന് പറഞ്ഞാൽ അത് സ്റ്റേബിൾ ആയി മാറും കേട്ടോ. അപ്പൊ ഇതിന് വിളിക്കുന്ന പേരാണ് ഒക്ടറ്റ്. അപ്പൊ 8 ഇലക്ട്രോൺ ആണ് നേടുമ്പോഴാണ് സ്റ്റേബിൾ ആകുന്നത്. അപ്പൊ 8 ഇലക്ട്രോൺ നേടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ 8 ഇലക്ട്രോൺ കിട്ടണം എന്നുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ ഒക്ടറ്റ് റൂൾ എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ ഒക്ടറ്റ്, ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ ഒക്ടറ്റ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക, എങ്ങനെയാണ് ആർജിച്ചെടുക്കുക, ഒന്നുകിൽ ഇലക്ട്രോൺ കൊടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോൺ വാങ്ങുക, ലോസിങ് ഓർ ഗെയിനിങ്. എപ്പോഴാണ് ലോസ് ചെയ്യുക, ഇലക്ട്രോൺ 8ൽ കൂടുതലാവുമ്പോൾ. 8ൽ കൂടുതലാവുമ്പോൾ ഇപ്പൊ 9 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പൊ 1 ഇലക്ട്രോൺ കൂടുതലാണ്, അപ്പൊ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും ഒരാറ്റം കേട്ടോ. അപ്പൊ 8, 9 ഉണ്ടായിരുന്നു, 1 വിട്ടുകൊടുത്തു, അപ്പൊ 8 ആയി. പിന്നെ ചില ആറ്റങ്ങൾക്ക് 7 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 6 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അപ്പൊ 8 എങ്ങനെ ഉണ്ടാവുക, 7 ആണെങ്കിൽ 1 ഇലക്ട്രോൺ സ്വീകരിച്ചാൽ മതി, 6 ആണെങ്കിൽ 2 ഇലക്ട്രോൺ സ്വീകരിക്കുക കേട്ടോ. അപ്പൊ അങ്ങനത്തെ ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് അയോണിക് ബോണ്ട്. ഇനി ചില ആറ്റങ്ങൾക്ക്, ചില കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആറ്റങ്ങൾക്ക് 2 ആറ്റത്തിനും ഇലക്ട്രോൺ കുറവായിരിക്കും. അപ്പൊ പരസ്പരം അത് ഷെയർ ചെയ്തിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കി മാറ്റും. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ട് ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഡ്യൂപ്ലറ്റ് റൂൾ ഉണ്ട്. ഇതേപോലെ തന്നെ ഡ്യൂപ്ലറ്റ് റൂൾ. ഡ്യൂപ്ലറ്റ് പറഞ്ഞ 2 എന്നാണ് കേട്ടോ. ഒക്ടറ്റ് എന്ന 2മായി ബന്ധപ്പെട്ടതാണ്. ഒക്ടറ്റ് ഡ്യൂപ്ലറ്റ് എന്ന 2മായി, ഡ്യൂപ്ലറ്റ് എന്ന 2 എന്നാണ് ഡിപ്പ്. അപ്പം ഇതേമായി തന്നെയാണ് കേട്ടോ. ആറ്റംസ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഇൻ ഓർഡർ ടു അറ്റൈൻ 2 ഇലക്ട്രോൺ ഇൻ ദർ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പൊ ഇവിടെ ചില കെമിക്കൽ റിയാക്ഷനിൽ ആറ്റങ്ങൾ പങ്കെടുക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഒക്ടറ്റ് റൂൾ.
ഇനി ചില ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് 8 ഇലക്ട്രോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. കാരണം 8 ഇലക്ട്രോൺ ഒരിക്കലും അതിന് ലഭിക്കൂല, അതിന് ആവശ്യമില്ല കേട്ടോ. അതിന് 2 ഇലക്ട്രോൺ മാത്രം മതി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ മതി? 2 ഇലക്ട്രോൺ മാത്രം മതി. എന്നാൽ അത് സ്റ്റേബിൾ ആയി മാറും, അതിന്റെ എനർജി കുറയും കേട്ടോ. അതിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂബിലറ്റ്. അപ്പൊ ആറ്റംസ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ in order to attain 2 electron in their outermost shell. This is known as doublet rule. Doublet is achieved ഇതേപോലെ തന്നെ. ആറ്റങ്ങൾ ഇലക്ട്രോൺ ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുക, ഗെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ലോസ് ചെയ്തിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആവും, അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് പരസ്പരം പങ്കിട്ട് കൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയി. ഇതിനെ ഡ്യൂബിലറ്റ് റൂൾ എന്ന് പറയും. അപ്പൊ ഈ 2 റൂളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഭൂമിയിൽ, ഈ യൂണിവേഴ്സിൽ ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷൻ, മെജോറിറ്റി ഓഫ് ആറ്റങ്ങളും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2 ഇലക്ട്രോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ അതിനെ ഡ്യൂബിലറ്റ് എന്ന് പറയും. 8 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഒക്ടറ്റ് റൂൾ. അതുമായി ബന്ധപ്പെട്ട നിയമമാണ് ഒക്ടറ്റ് റൂൾ കേട്ടോ. അപ്പൊ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുക, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക, ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഈ ഒക്ടറ്റും ഡ്യൂബിലറ്റും ആറ്റങ്ങൾ അക്വയർ ചെയ്യുന്നത്, അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ റൂമിൽ നിൽക്കുമ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലെ? ബ്രീത്ത് ചെയ്യണം നമ്മൾ. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പൊ ഓക്സിജൻ നമ്മളെ ബോഡിയിലോട്ട്, നമ്മുടെ ലങ്സിലോട്ട്, നമ്മളെ ബ്ലഡിലോട്ട് വരും. എന്തിനാണ് വരുന്നത്? 2 ഇലക്ട്രോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്സിജൻ ഭൂമിയിൽ ജനിച്ചത് 2 ഇലക്ട്രോൺ കുറവായിട്ടാണ്. അതിന്റെ അറ്റോമിക് നമ്പറും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഒക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. എത്രയായിരുന്നു? 1s2 2s2 2p2 1s2 2s2 2p 2p ഓക്സിജന്റെ എത്രയാണ്? 2p4 അറ്റോം നമ്പർ 8 ആണ്. അപ്പൊ 1s2 2s2 2p4 എന്നാണ്. അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 1s2 എന്ന് പറഞ്ഞ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണോ? അല്ല, 2s2 2p4 ആണ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 6 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ നമ്മൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഓക്സിജൻ നമ്മളെ നോസിലൂടെ, നോസിലൂടെ നമ്മളെ ബോഡിയിൽ എത്തും. എന്തിനു വേണ്ടിയിട്ടാണ് ഓക്സിജൻ നമ്മളെ ബോഡിയിലോട്ട് കയറുന്നത്? അതിന് 2 ഇലക്ട്രോൺ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അല്ലാതെ മനുഷ്യന്മാര് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ഓക്സിജൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം 8 ഇലക്ട്രോൺ, അതായത് ഓക്സിജൻ ഭൂമിയിൽ ജനിച്ചത് 6 ഇലക്ട്രോൺ ആയിട്ടാണ്. അപ്പൊ 8 ഇലക്ട്രോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ലങ്സിലോട്ട്, അല്ലെ വായിലൂടെ, മൂക്കിലൂടെ വന്ന് ലങ്സിലെ ബ്ലഡ് ഡിസോൾവ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിട്ട് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിൽ അയൺ ഉണ്ട്, ഇരുമ്പ്. ആ ഇരുമ്പുമായിട്ടാണ് ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ, ഓക്സിജൻ വന്നാൽ മാത്രമേ നമ്മളെ ബോഡിയിൽ മെറ്റാബോളിസം എന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. മെറ്റാബോളിസം നടന്നാലേ എനർജി ഉണ്ടാവുള്ളൂ, നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിളാണ് കേട്ടോ. അപ്പൊ ഓക്സിജൻ നമ്മളെ ബോഡിയിലോട്ട് കയറുന്നത് 2 ഇലക്ട്രോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഇല്ല? 8 ഇലക്ട്രോൺ ഇല്ല. അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.